പ്രയാസമൊന്നുമില്ലല്ലോ മോളെ? ഇല്ലച്ചാ, അമ്മ ജ്യൂസ് എടുക്കാനെന്ന് പറഞ്ഞു പോയതാ. പിന്നെ അവളെ കാണാനേ ഇല്ല. ജ്യൂസ് കഴിച്ചിട്ട് പുറത്തു പോയാൽ മതി. ഹോളിലെ സംസാരം കേട്ട് അവൾ അവിടെ നിൽക്കുന്നത് കണ്ടു. ഒച്ചയും ബഹളമൊക്കെ കേട്ടല്ലോ. അതിനു മാത്രം എന്താ ഉണ്ടായ? കവിതയുടെ റൂമിൽ കയറി ദിനേശൻ അവളുടെ പെൻഡ്രൈവ് എടുത്തതിന്റെ വഴക്കാ. ദിനേശൻ അത് അവന്റേതാണെന്നാ പറയുന്നത്. ഛേ, അവൻ ഇങ്ങനൊരു നാണം കെട്ടവനായി പോയല്ലോ. ദിനേശൻ ചെറിയച്ചന്റെ സ്വഭാവമൊക്കെ മാറിയെന്നാണല്ലോ അമ്മ പറഞ്ഞത്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പറയാറ്. ദിനേശൻ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് തെളിഞ്ഞില്ലേ? കഷ്ടം തന്നെ കാവേരിയുടെ കാര്യം. ദിനേശൻ ചെറിയച്ചന് മാറ്റം വന്നിട്ടുള്ളത് സത്യം തന്നെയാ. ആ പെൺഡ്രൈവിനെ ചൊല്ലുള്ള വഴക്കാണെങ്കിൽ ദിനേശൻ ചെറിയച്ചൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. പെൻഡ്രൈവ് ശരിക്കും അവന്റേത് തന്നെയാണോ? കവിത അവന്റെ റൂമിൽ കയറി എടുത്തെന്നാ ദിനേശൻ അവസാന നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ, അമ്മ വന്നല്ലോ. അമ്മു, ആ പെൺഡ്രൈവിന്റെ രഹസ്യം എന്താ? രണ്ടുപേരും അതിനുവേണ്ടി പിടിവലി കൂടുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവും. അവിടെ ഉണ്ടായ സംസാരം അച്ഛൻ പറഞ്ഞു. അമ്മുന് തോന്നുന്നുണ്ടോ അത് കവിതയുടെ ആണെന്ന്? കവിതേച്ചി ദിനേശേട്ടന്റെ റൂമിൽ നിന്ന് എടുത്തതാ. പെൻഡ്രൈവിൽ എന്തോ വലിയ രഹസ്യം ഉണ്ടെന്നുള്ള മട്ടില കവിതേച്ചി അത് എടുത്തോണ്ട് പോയത്. ഞാൻ ദിനേശനെ സംശയിച്ചു പോയല്ലോ. അമ്മ എന്താ അത് അവിടെ വെച്ച് പറയാതിരുന്നത്? ഞാനത് പറയാൻ പാടുണ്ടോ അച്ഛാ? പെൻഡ്രൈവിൽ എന്ത് രഹസ്യം മനസ്സിലായോ? ദിനേശൻ ചെറിയച്ചൻ അറിയാവുന്നതല്ലേ. അമ്മ ഒന്ന് ചോദിച്ചു നോക്കാത്തെന്താ? ഞാൻ ദിനേശേട്ടനെ കണ്ടു. ദിനേശേട്ടൻ ചിരിയോട് ചിരി. അതിലെന്താണെന്ന് അറിഞ്ഞോ മോളെ? ഏതോ വന്യമൃഗങ്ങളുടെ ഫോട്ടോയോ മറ്റോ ആണത്രേ ആ പെൻഡ്രൈവില്. കുട്ടികൾക്ക് കാണാനുള്ളതാ. അത് വലിയ രഹസ്യമാണെന്ന് കരുതി കവിത ചേച്ചി കൊണ്ടുപോയിരിക്കുന്നത് അതാ. കവിതയെ വട്ടുപിടിപ്പിക്കാനാണ് ദിനേശൻ ഇങ്ങനൊരു നാടകം കളിച്ചെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? കവിതയിലും എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാൻ പോകുന്നേ? മോളെ, അച്ഛൻ ഈ കോളൊന്നും എടുത്തോട്ടെ. അച്ഛൻ ചെല്ലേ, അമ്മ ഉണ്ടല്ലോ. ആ ശരി മോളെ. ജ്യൂസ് കുടിക്കേ. ഒരു വലിയ ആപത്തൊഴിഞ്ഞു പോയി. എന്റെ ദൈവമേ, ഇനിയും പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവരുതേ. അന്നദാതാവേ, മിന്നിച്ചേക്കണേ. ആരാ? എന്താ? ഞാനിവിടെ മുന്നിലേക്ക് വന്നതാ സ്വാതി മേഡത്തെ കാണാൻ. ചേച്ചിക്ക് ആരെയും കാണാൻ പറ്റില്ലെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തിനാ പിന്നെ വന്നത്? പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്വാതി മേഡം വിളിച്ചിട്ടാ ഞാൻ വന്നത്. സ്വാതി മേഡം വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ചേച്ചി നിങ്ങളെ വിളിച്ചിട്ടില്ല. ചേച്ചി വിളിച്ചെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നതാ. സ്വാതി മേഡം എന്നെ വിളിച്ചിട്ടില്ലെന്ന് കുട്ടിക്കെന്താ ഇത്ര ഉറപ്പ്? അല്ല, ഈ സ്വാതി മേഡത്തിന്റെ നമ്പറിന്നാ എനിക്ക് കോള് വന്നത്. വിളിക്കാതെ ഒരാൾ കയറി വന്നിട്ട് കള്ളം പറയുമോ? കുട്ടി ചെന്ന് സ്വാതി മേഡത്തോട്
റോയ് പെരേര വന്നിട്ടുണ്ടെന്ന് മാത്രം പറയാം. അപ്പൊ ഞാൻ പറയുന്നത് കള്ളവാണോ ഇല്ലയോ എന്നറിയാലോ. അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പോയേക്കാം. ചേച്ചിയുടെ റൂമിലേക്ക് സന്ദർശകരെ കടത്തിവിടാൻ പറ്റില്ല. ബന്ധുക്കൾ വന്നിട്ട് പോലും കാണാതെയാ അവര് തിരിച്ചു പോയത്. നിങ്ങൾ പോവാൻ നോക്ക്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അല്ല, അമ്മ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ സ്വാതി മേഡത്തെ കാണാൻ പാടില്ല എന്നുള്ള വാശിയാണല്ലോ അമ്മൂന്. വാശിയാണോ അതോ പേടിയാണോ? എന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതെന്റെ ജോലിയല്ലേ. അമ്മു കള്ളപ്പേരാണെന്നും ശരിക്കുള്ള പേര് മറ്റൊന്നാണെന്നും എനിക്കറിയാം. ലക്ഷ്മി എന്നാ, ശരിയല്ലേ? ലച്ചു എന്ന് ചേച്ചിയോട് പറ. ഡിറ്റക്റ്റീവ് റോയ് പെരേര കാണാൻ വന്നിരിക്കുന്നു. ചെല്ലേ. അയാൾ വീണ്ടും വന്നു, ആ ഡിറ്റക്റ്റീവ്. എന്നിട്ട് അയാൾ എവിടെ? പുറത്ത് നിൽപ്പുണ്ട്. സഞ്ജു അങ്ങോട്ട് ഇപ്പൊ പോണ്ട. അയാളെ ഞാൻ ഒഴിവാക്കി വിടാം. ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം നിങ്ങൾക്കറിയില്ലേ? ഞാൻ വാതിൽക്ക് വന്ന് ബെല്ലടിച്ചാണല്ലോ. വാതിൽ തുറന്ന കുട്ടിയോട് കാര്യവും പറഞ്ഞു. പിന്നെ വാതിൽ തുറന്നു കിടന്നപ്പോ അകത്തേക്കും കയറി. അതിന് ചില മാനേഴ്സ് ഒക്കെ ഉണ്ട്. മാനേഴ്സ് നോക്കിയിരുന്ന എന്റെ പണി നടക്കില്ല സാറേ. നിങ്ങൾ ഒരിക്കൽ വന്നപ്പോ ഞാൻ കാര്യം പറഞ്ഞതാ, സ്വാതിയെ കാണാൻ പറ്റില്ല എന്ന്. നിങ്ങൾ വാ, കാര്യങ്ങളൊക്കെ എന്നോട് പറ. അതെങ്ങനെ ശരിയാവും സാറേ? എന്നെ ഒരു പണിയേപ്പിച്ചത് സ്വാതി മേഡമല്ലേ, അല്ലാതെ നിങ്ങളല്ലല്ലോ. എടോ, തന്നോടല്ലേ പറഞ്ഞത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ആളെ കാണാൻ പറ്റില്ല എന്ന്? അവരെന്നോട് വരാൻ പറഞ്ഞിട്ടാ സാറേ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാഞ്ഞിട്ടാ എന്നെ തടയുന്നത്. ഞങ്ങള് ഫോണിൽ സംസാരിക്കാറുണ്ട്. ദൈവമേ, ചേച്ചി പുറത്തു വരാതിരുന്നാ മതിയായിരുന്നു. വീൽ ചെയറിലിരിക്കാ ചേച്ചി. അല്ല, എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ വന്ന വിവരമെങ്കിലും സ്വാതി മേഡത്തെ അറിയിക്കില്ലെന്ന് നിങ്ങളെന്തിനാ ഈ ശാട്ടി മേടിക്കുന്നേ? അയ്യോ സാറേ, ഞാൻ കുഴപ്പക്കാരനൊന്നും അല്ല. എന്നെ കാണുമ്പോ തന്നെ നിങ്ങൾക്കൊക്കെ വല്ലാത്ത പേടിയാ. പേടിയോ? നിന്നെയോ? മംഗലശ്ശേരി കയറി വന്ന് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കുന്നോടാ റാസ്കൽ. എന്റെ ബാഗിലുള്ളത് ഓലപ്പാമ്പൊന്നും അല്ല സാറേ, നല്ല മുറ്റിയനൻ രാജവും പാലയാ. ഇയാളൊന്ന് പോയേ, ഇവിടെ ചില ഗസ്റ്റുകളൊക്കെ വരാനുള്ളതാ. ഇവനെ തൂക്കി പുറത്താക്കുന്ന കാര്യം ഞാനേറ്റു. വിട് സാറേ, അങ്ങനെ ആക്ഷൻ കാണിക്കാനുള്ള സീനല്ല സാറേ ഇത്. ഒടുവിലത് വലിയ ട്രാജഡി ആയി പോവും. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരാണെന്ന് എനിക്കും അറിയാം. സ്വാതി മേഡത്തിന്റെ ഫോണിൽ നിന്ന് എന്നോട് സംസാരിക്കുന്ന ആരാണെന്ന് അറിഞ്ഞ തന്നെ ഞാനും ചൂണ്ടയിട്ടത്. വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഡിറ്റക്റ്റീവ് ആയത്. നിങ്ങള് റോയ് പെരേരയല്ലേ? അതെ, സ്വാതി മേഡല്ലേ? അതെ. നമ്മൾ നേരിട്ട് കാണുന്ന ആദ്യം. നിങ്ങളിവിടെ വന്നിട്ട് പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങള് വെഡിങ് പ്ലാനർ എന്ന് പറഞ്ഞതുകൊണ്ടാ
സഞ്ജു നിങ്ങളെ എപ്പോ തിരിച്ചയച്ചത്? സന്ദർശകരെ ഒഴിവാക്കിയിരിക്കുക. ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാ. എനിക്ക് മനസ്സിലായി, സാറെല്ലാം പറഞ്ഞു. നിങ്ങൾ ഇരിക്കൂ. താങ്ക് യു മാഡം. ആ സഞ്ജുവും ദിനേശങ്ങളും ഇരിക്കും. വേണ്ട മോളെ, ഞാനിവിടെ നിന്നോളാം. നിങ്ങളുടെ ഫോൺ നമ്പർ എന്റെ ഫോണിൽ നിന്നും എങ്ങനെയോ മിസ്സായി. നിങ്ങളെന്നെ വിളിക്കുന്നുമില്ല. അല്ല, സേവ് ചെയ്ത നമ്പർ എങ്ങനെ പോകാനാ മാഡം? പോകണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ മാഡത്തെ വിളിച്ചപ്പോ നമ്പർ ബ്ലോക്ക് ചെയ്ത പോലെയാ തോന്നിയേ. ഏയ് അല്ല, അത് നിങ്ങളുടെ തോന്നലാ. തോന്നലുകളാണല്ലോ മാഡം എന്നെ പോലുള്ളവരെ സത്യത്തിൽ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? നിങ്ങളത് ഭംഗിയായി ചെയ്തെന്നാ ഇളയമ്മേനോട് പറഞ്ഞത്. അതൊരു ചതിക്കല്യാണമായിരുന്നു മാഡം. കുട്ടിക്ക് ബന്ധുക്കളായി രണ്ടാനമ്മയും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ ഇരട്ടി പ്രായമുള്ള ഒരു ബന്ധുവുമായി വീട്ടുകാർ അവളുടെ വിവാഹം ഉറപ്പിച്ചു. പക്ഷേ അവളെയും നാട്ടുകാരെയും വീട്ടുകാർ തെറ്റിദ്ധരിപ്പിച്ച് താലി കെട്ടാൻ പോകുന്നത് മറ്റൊരു പയ്യനാ. എല്ലാം പൊളിച്ചടുക്കിട്ടെ ജീവനോടെ ഇവൻ ഇവിടുന്ന് പോയില്ല. ഇവന്റെ കഥ ഞാൻ തീർക്കും. ആ സമയത്ത് മറ്റൊരു പയ്യൻ വന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടി അല്ലേ? അതെ മാഡം. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാ. എനിക്ക് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്നാ. നിങ്ങളത് ആരാണെന്ന് മാത്രം പറഞ്ഞാ മതി. അയാളുടെ ഫോട്ടോസും ഫുൾ ഡീറ്റെയിൽസും എടുക്ക്, ഞാനൊന്ന് കാണട്ടെ. മാഡം, ആ പയ്യൻ ഈ സിറ്റി തന്നെ ഉണ്ട്. വലിയ കാശുകാരനാവൻ. നിങ്ങൾക്ക് അയാളെ കണ്ടെത്താനായില്ലേ? ഞാനവന്റെ അടുത്തെത്തിക്കഴിഞ്ഞു മാഡം. ദാ ഇതുപോലെ തൊട്ടടുത്ത്. നിങ്ങൾ ഇങ്ങനെ എങ്ങും തൊടാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഊഹാബോഹം അല്ല എനിക്ക് കേൾക്കേണ്ടത്. ഇതുവരെയുള്ള എന്റെ അന്വേഷണത്തിന്റെ പുരോഗതി ഒന്ന് ധരിപ്പിക്കാനാ ഞാൻ വന്നത്. മാഡത്തെ വിളിച്ച് കിട്ടാതെ വന്നപ്പോ ഞാൻ മറ്റൊരു കേസിന്റെ വഴിയെ പോയി. മാഡം റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അവന്റെ മുന്നിൽ എത്തുമായിരുന്നു. നിങ്ങൾ വീണ്ടും അന്വേഷണം തുടങ്ങിക്കോളൂ. ഈ നിമിഷം മുതൽ തുടങ്ങി കഴിഞ്ഞു മാഡം. പിന്നെ കുറച്ച് ഫണ്ട് കൂടെ വേണം മാഡം. ആ കുട്ടിയുടെ നാട് തേടിയുള്ള യാത്ര ഹൈലി എക്സ്പെൻസീവ് ആയിരുന്നു. എത്ര രൂപയാണ് നിങ്ങൾക്കിനി വേണ്ടേ? കൂടുതലൊന്നും വേണ്ട മാഡം. ഇപ്പൊ ഒരു 25,000 രൂപ മാത്രം മതി. ശരി, ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം. താങ്ക് യു മാഡം. ഇതിൽ ഈ രണ്ടാമത്തെ നമ്പറിൽ മാഡം എന്നെ വിളിച്ചാൽ മതി. ശരി, എന്നാ ഇറങ്ങട്ടെ മാഡം. നിങ്ങൾ എത്രയും വേഗം അയാളെ കണ്ടുപിടിക്കണം. മാഡം, ഒരു വെഡിങ് കാർഡ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് മതി എനിക്ക് അവനിലേക്ക് എത്താൻ. എന്നാ ശരി മാഡം. പോട്ടെ സാറേ. സഞ്ജു എന്തൊന്നും മിണ്ടാതിരുന്ന് കളഞ്ഞത്? അയാൾ ഒരു ഒന്നാം തരം തട്ടിപ്പോയറിന. നിന്റെ കയ്യിൽ നിന്ന് കാശ് കെട്ടാൻ അയാൾ ഇങ്ങനെ ഓരോ കഥകൾ പറഞ്ഞ് കയറി ഇറങ്ങും.
അമ്മു അറിഞ്ഞ അവൾക്ക് വിഷമാവില്ലേ? ഇതൊരു മോശം പരിപാടിയാ. അവളെന്നോട് പറയാഞ്ഞിട്ടല്ലേ ഞാൻ വേറെ വഴി നോക്കിയത്. എനിക്ക് ഏത് വഴിയിലൂടെ പോയാലും അവളുടെ ഭർത്താവിനെ കണ്ടെത്തിയേ തീരൂ. സഞ്ജു, അവനെല്ലാം അറിയാം. അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോറി അമ്മു, നിന്നോട് പറയാതെ തന്നെ എനിക്ക് നിന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണമെന്നൊരു വാശി തോന്നി. അതാ ഒരു ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയത്. ആ മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് ചേച്ചി എന്ത് നേടാൻ പോകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഭർത്താവ് ആരാണെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വഴിക്ക് പോകേണ്ടി വരുമായിരുന്നോ? ശരിക്കും എനിക്ക് ഈ കാര്യത്തിൽ ഒരുപാട് വേദനയുണ്ട്. ചേച്ചിയിൽ നിന്ന് അത് ആരാണെന്ന് ഞാൻ പറയാൻ മടിക്കുമ്പോ തന്നെ ചേച്ചി എന്നെ മനസ്സിലാക്കണമായിരുന്നു. ആരോട് കള്ളം പറയേണ്ടി വന്നാലും ചേച്ചിയോട് കള്ളം പറയാൻ കഴിയാത്തവളാ ഞാൻ. എന്റെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് പറഞ്ഞതാ. എന്തുകൊണ്ട് ഞാൻ ചേച്ചിയോട് ആ മനുഷ്യൻ ആരാണെന്ന് ചോദിക്കരുതേ എന്ന് അപേക്ഷിച്ചതിനും കാരണം ഞാൻ പറഞ്ഞു. ഞാൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു മനുഷ്യൻ ഒരു ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കാനായി താലികെട്ട് എന്ന നാടകത്തിന് തയ്യാറായി മുന്നോട്ട് വന്നു. എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് അദ്ദേഹം വീട്ടുകാര് നിശ്ചയിച്ച വിവാഹത്തിന് കാത്തിരിക്കുന്ന സത്യവും എന്റെ മുത്തശ്ശിയോട് പറയുകയും ചെയ്തു. എന്നെ കൂടെ കൊണ്ടുപോയി ജീവിതം കൊടുക്കാനല്ല മുത്തശ്ശി അദ്ദേഹത്തോട് പറഞ്ഞത്. അവൾക്ക് എന്തെങ്കിലും ഒരു തൊഴിൽ വാങ്ങിക്കൊടുക്കാൻ അപേക്ഷിച്ചത്. ആ മനുഷ്യന് ഒരു തരത്തിലും ബാധ്യതയാവരുതെന്ന് കരുതി ഞാൻ തന്നെ അദ്ദേഹത്തെ വിട്ടുപോയത്. ഞാൻ എവിടെയോ എങ്ങനെയോ ജീവിക്കുന്നെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവും. ചിലപ്പോ അദ്ദേഹത്തിന്റെ വിവാഹം ഇപ്പൊ കഴിഞ്ഞും കാണും. ചേച്ചി ഇപ്പൊ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് വേട്ടയാടുന്നതിന് തുല്യ. അമ്മു, ഞാനൊന്ന് പറയട്ടെ ചേച്ചി, ആ ഡിക്റ്റേറ്റീവിന് ചേച്ചി ഇട്ടുകൊടുത്തത് ഒരു നല്ല മനുഷ്യന്റെ ഭാവിയല്ലേ? ആ മനുഷ്യൻ ഒരു പെൺകുട്ടിയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോ ആ ഡിക്റ്റേറ്റീവ് അവിടെയും കടന്നു കയറില്ലേ? ഇത്തരക്കാരാരെയും വില പേശി ജീവിക്കുന്നവരല്ലേ? അയാൾ അങ്ങനെ ചെയ്യില്ലെന്ന് ചേച്ചിക്ക് എന്തുറപ്പാ ഉള്ളത്? അയാൾ ആരാണെന്നോ എങ്ങനെ ജീവിക്കുകയാണെന്നോ അറിയാനുള്ള കൗതുകം കൊണ്ടൊന്നും അല്ല ഞാൻ ഇതേപ്പറ്റി അന്വേഷിച്ചത്. എനിക്ക് അയാൾ ആരാണെന്ന് അറിയാൻ വേണ്ട. പക്ഷേ ഇപ്പോഴും അയാളുടെ ബന്ധനത്തിലാ നീ. അതാ നിന്റെ കഴുത്തിൽ ഈ താലി. നീ എത്രയും വേഗം നിയമപരമായി പുറത്തു കടക്കണം. എത്ര കാലം നിനക്കിങ്ങനെ കഴിയാൻ പറ്റും? നീ താലി ഉപേക്ഷിക്കുന്നുമില്ല. നിനക്കൊരു ജീവിതം വേണമെന്ന് നിന്റെ ചേച്ചി ആഗ്രഹിച്ചതിൽ തെറ്റുണ്ടോ? എങ്കിൽ നീ പറ. അയാൾ ആരാണെന്ന് നീ പറയാത്തിടത്തോളം കാലം എനിക്ക് അയാളെ കണ്ടെത്തി നിനക്ക് ഡിവോഴ്സ് വാങ്ങി തന്നേ പറ്റൂ.